ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ, ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. മാനവജാതിയുടെ എല്ലാം വിമോചകനായി, മനുഷ്യവർഗത്തിന്റെ എല്ലാം രക്ഷകനായി, രക്ഷണ്യ പ്രവൃത്തിയിലൂടെ കാൽവരി മരണം ഏറ്റെടുത്ത് മനുഷ്യരുടെ എല്ലാ പാപങ്ങളും ശാപങ്ങളും കാൽവരി കുരിശിൽ തന്നെത്താൻ ഏറ്റെടുത്ത് വഹിച്ച് ക്രൂശ് മരണം വരിച്ച് മനുഷ്യരുടെ രക്ഷയ്ക്ക് വിധേയനായ കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി പിതാവിന്റെ മഹിമാസനത്തിൽ ഹല്ലേലൂയ ആയിരിക്കുകയാണ്. എന്നാൽ ഈ പാപം എല്ലാം നമ്മിൽ നിന്ന് അകറ്റാൻ യേശു കഷ്ടം ഏറ്റെടുത്തു. യേശു ഏറ്റെടുത്ത കഷ്ടങ്ങൾ മനുഷ്യ മാനവജാതിയുടെ സകല പാപവും നീക്കാനാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ നമ്മിൽ കായ്ക്കാനുള്ള ഫലങ്ങൾ എന്താണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. നമ്മൾ
നമ്മിൽ നാം പുറപ്പെടുവിക്കേണ്ടുന്നതാകുന്ന ഫലങ്ങൾ. എങ്ങനെയുള്ള ഫലങ്ങളാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് എന്ന് പറയുന്നു. അല്ലാതെ അക്ഷരികമായ ഒരു കൃഷിയെ കുറിച്ചല്ല പറഞ്ഞത്. പ്ലാവോ മാവോ തെങ്ങോ അല്ലെങ്കിൽ പച്ചക്കറി ഇങ്ങനെയുള്ള കൃഷിയെ കുറിച്ചല്ല യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃഷിയാകുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെയുള്ള ഫലങ്ങളാണ് കർത്താവിന് വേണ്ടി കൊടുക്കേണ്ടതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ ഫലങ്ങളെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം അതിന്റെ 5:22 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ആത്മാവിന്റെ ഫലം 22-23 വാക്യങ്ങളിൽ അത് ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഗലാത്യർ 5:22 പറയുന്നത് 22-23 പറയുന്നത് ആത്മാവിന്റെ ഫലമോ. അപ്പോൾ ഈ ഫലങ്ങൾ കായ്ക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ കായ്ക്കേണ്ട ഫലങ്ങൾ ഇതാ. അപ്പോൾ നമ്മിൽ വരേണ്ട അല്ലെങ്കിൽ നമ്മിൽ പുറപ്പെട്ട് വരേണ്ട ഫലങ്ങൾ ഹല്ലേലൂയ സ്നേഹം. അപ്പോൾ എപ്പോഴും സ്നേഹിക്കുന്നവരായിരിക്കണം, വെറുക്കുന്നവരാകരുത്. സന്തോഷിക്കുന്നവരായിരിക്കണം എല്ലാറ്റിലും. കഷ്ടം വരുമ്പോഴും നഷ്ടം വരുമ്പോഴും രോഗം വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും പ്രതികൂലങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിനൊരു സന്തോഷം ഉണ്ടായിരിക്കണം. സമാധാനം. അപ്പോൾ ഈ സമാധാനകാംക്ഷികളായിരിക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ സമാധാനപുത്രന്മാരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവം നല്ലതല്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാൻ പാടില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സമാധാനകാംക്ഷികളാകണം. ഹല്ലേലൂയ. അടി നടക്കുന്നിടത്തോ അല്ലെങ്കിൽ വേളം നടക്കുന്നിടത്തോ വിഷയങ്ങൾ ഉണ്ടാകുന്നിടത്തോ ഹല്ലേലൂയ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ അവിടെ സമാധാനമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ അവിടെ വിഷയങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടായാൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ആ പ്രവൃത്തിയെ ഒരിക്കലും നീതീകരിക്കുകയില്ല. അപ്പോൾ സമാധാനം ഉണ്ടാക്കുക. പിന്നെ ദീർഘക്ഷമ, ഇതും ആത്മാവിന്റെ ഫലമാണ്. ദീർഘക്ഷമ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേ കൊരിന്ത്യ ലേഖനത്തിൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചിർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. അപ്പോൾ ദീർഘമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഒരു തല്ലി ഞാനങ്ങ് ക്ഷമിക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത് തല്ലിയാലും ക്ഷമിക്കാനാ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് തല്ലിയാലും ക്ഷമിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ തിരിച്ച് ഹല്ലേലൂയ അതിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറാനാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ പ്രതികരിക്കാനോ നമ്മളെ ആരെങ്കിലും നിരാശപ്പെടുത്തുന്ന വാക്കുകളോ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളോ നൽകി തന്നാൽ ആ വാക്കുകൾക്ക് പ്രതികരിക്കുകയല്ല, ദീർഘമായി ക്ഷമിച്ച് ആ വിഷയത്തിൽ ഹല്ലേലൂയ മൗനം പാലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ദീർഘക്ഷമ അത് നമുക്ക് വേണം. ദീർഘക്ഷമ. പിന്നെ പറയുന്നു ദയയുള്ളവരായിരിക്കണം. നമ്മുടെ സഹജീവികളോട് ദയയുള്ളവരായിരിക്കണം. അതായത് നമ്മളൊരു സ്ഥാനത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയും പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ ആൾക്കാർ പല സ്ഥാനങ്ങളിലും ദൈവം ആക്കിയിട്ടുണ്ട്. പക്ഷേ അവർ തങ്ങളുടെ താഴെയുള്ള തങ്ങളുടെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്താണെങ്കിൽ തന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന
ആ പ്രിയപ്പെട്ടവരോടൊക്കെ ദയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെ സ്നേഹിക്കണം, അവരെ മാനിക്കണം, അവരെ കരുതണം. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഔദ്യോഗികമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുവാൻ നമ്മൾ ഹല്ലേലൂയ ഉത്സാഹിക്കണം. ഇത് ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ഒരു സ്ഥാനമാണെന്നും മാനമാണെന്നും മനസ്സിലാക്കി ഹല്ലേലൂയ ആ നിലയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം, ദയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ പറയുന്നു പരോപകാരം. പ്രൈസ് ദി ലോർഡ്. എന്ത് പരോപകാരം? പ്രൈസ് ദി ലോർഡ്. തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഏതെങ്കിലും തരത്തിലൊരു ഉപകാരം ചെയ്യുന്നത് കർത്താവിന്റെ നാമത്തിലാണെങ്കിൽ അതിന് പ്രതിഫലം കർത്താവ് തന്നോളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് പ്രൈസ് ദി ലോർഡ് പ്രതിഫലം ഇച്ഛിച്ചുകൊണ്ടോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തിരിച്ചു കിട്ടുമെന്ന് കരുതിക്കൊണ്ടോ ഒരു ഉപകാരം ചെയ്യാൻ ഇടയാകരുത്. പരോപകാരം എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൂടാതെ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പരോപകാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങൾ തിരിച്ചു കിട്ടുന്ന നല്ല പ്രതീക്ഷയോടെ ചെയ്യരുത്. ചെയ്യുന്നത് കർത്താവിന്റെ നാമനിമിത്തം ചെയ്യാൻ ഉത്സാഹിക്കണം, വിശ്വസ്തതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമനിമിത്തം ഞാൻ കർത്താവിനോട് വിശ്വസ്തത പുലർത്തണം. കർത്താവിനോട് വിശ്വസ്ത പുലർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വിശ്വസ്ത സാക്ഷിയായ ഒരു ബന്ധുക്കോസുകാരനാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കുക മാത്രമല്ല, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിൽ നിലനിൽക്കാനും ഞാനൊരു ഹല്ലേലൂയ ഏത് കാര്യത്തിലും വിശ്വസ്തത പുലർത്താനും കടപ്പാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ചില കാര്യത്തിൽ വിശ്വസ്തത, ചില കാര്യത്തിൽ അവിശ്വസ്തത, അത് പാടില്ല. എല്ലാ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അയൽക്കാരോട്, ഹല്ലേലൂയ നാം ഇടപെടുന്ന സമൂഹത്തോട്, ദൈവസഭയോട് വിശ്വസ്തരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്, വിശ്വസ്തത. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട ഒരു അനുഭവമാണ് വിശ്വസ്തത. ഹല്ലേലൂയ. പല കാര്യത്തിലും നമുക്ക് വിശ്വസ്തത പലപ്പോഴും കുറവുള്ള അനുഭവങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ അവിശ്വസ്തരായി തീരാതെ വിശ്വസ്തരായി തീരാൻ നമുക്കിടയായി തീരണം. ഹല്ലേലൂയ. പിന്നെ പറയുന്നു സൗമ്യത. പ്രൈസ് ദി ലോർഡ്. ഈ സൗമ്യത എന്ന് പറയുന്നതും ആത്മാവിന്റെ ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. ഘനഗാംഭീര്യ അനുഭവത്തിൽ നമ്മൾ ആയിരിക്കുന്നെങ്കിലും പ്രൈസ് ദി ലോർഡ് സൗമ്യത അതിന്റെ ഒരു മുഖമുദ്രയായിരിക്കണം. നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഘനഗാംഭീര്യമൊക്കെ ഉണ്ടാകണമെങ്കിലും സൗമ്യതയോടെ ഇടപെടാൻ നമുക്കിടയാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അതായത് ഹല്ലേലൂയ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഹല്ലേലൂയ ഞാൻ എന്തൊക്കെയോ ആണെന്നും ഞാൻ ഏതൊക്കെയോ ആണെന്നുമുള്ള ചിന്താഗതിയോടെ സംസാരിക്കാതെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സൗമ്യമായ വാക്കുകൾ, സൗമ്യമായ ഇടപാടുകൾ, സ്നേഹത്തോടു കൂടിയുള്ള ഇടപാടുകൾ. എന്താ വന്നേ, ഹല്ലേലൂയ എന്തിനാ വന്നേ, ഹല്ലേലൂയ എന്താണ് ആവശ്യം, എന്നെ കൊണ്ട് സാധിക്കുന്നതാണോ, എന്റെ ഹല്ലേലൂയ അടുത്ത് വന്ന് ഹല്ലേലൂയ എന്നോട് സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്നൊക്കെ ചോദിച്ച് സൗമ്യതയോടെ ഇടപെടാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അത് ഒരു അനുഗ്രഹമാണ്. പിന്നെ പറയുന്നു ഇന്ദ്രിയ ജയം. ആ ഇന്ദ്രിയ ജയത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും ഉൾപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഇന്ദ്രിയ ജയത്തിലുണ്ട്. അപ്പോൾ ഈ ഇന്ദ്രിയ ജയം ഉണ്ടെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ജീവിതത്തെ സമ്പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ ലോക ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ശിഷ്ടയായുസ് ഇന്ദ്രിയജയമുള്ളവരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ കാതുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ നടപ്പുകൊണ്ടും നമ്മുടെ സംസാരം കൊണ്ടും ഹല്ലേലൂയ നമ്മുടെ എല്ലാ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ ജയമെടുക്കുന്നവരായിരിക്കണം. എന്തിനെ ജയിക്കണം? ജനത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം.
ജഡത്തെ ജയിക്കണമെങ്കിൽ ഈ ഇന്ദ്രിയജയം നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ ഈ ഇന്ദ്രിയജയം ഉണ്ടെങ്കിൽ ജഡത്തിന്റെ പ്രവർത്തികളിൽ നിന്ന് സമ്പൂർണമായ ഒരു വിജയം നമുക്ക് കൈവരിക്കുവാൻ സാധ്യമായി തീരും. ജഡത്തിന്റെ പ്രവർത്തികളാകുന്ന ജഡിക ചിന്തകളെ, ജഡിക വിചാരങ്ങളെ, ജഡികമായ ഇച്ഛകളെ ഒക്കെ ജയിക്കാൻ നമുക്കിടയായി തീരും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെ ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ